ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, കാരണം നമ്മുടെ മീഡിയയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തുടങ്ങിയത് ആരും പറയില്ല. ബാലഗോപാൽ ഈ ബിയോണ്ട് ദ റഡാറിൽ പറയുന്നുണ്ട്, ഇമ്മോർട്ടാലിറ്റി ഉള്ളൊരു ഇൻഡസ്ട്രി ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ കേരളത്തിന്റെ പ്രത്യേകത, തുടങ്ങുമ്പോൾ ആരും അറിയില്ല, അടയ്ക്കുന്നത് അറിയാത്ത ആരും ഉണ്ടാവില്ല. അത് ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത പ്രശ്നമാണ്. ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ, കേരളത്തിൽ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനുള്ളിൽ തൊഴിലാളികളുടെ പ്രശ്നം കാരണം അടച്ചുപൂട്ടപ്പെട്ട ഏതെങ്കിലും പ്രധാനപ്പെട്ട കമ്പനി ഉണ്ടോ? നമ്മൾ 465 കോടി രൂപയാണ് ഐഫോണിന് ബാംഗ്ലൂര് തൊഴിലാളികൾ കയറി അടിച്ച് തകർത്തപ്പോൾ നഷ്ടം വന്നത്. 465 ക്രോഡ്സ്. അതറിയാവുന്ന എത്ര മലയാളിയുണ്ട്? അതറിയാവുന്ന കന്നഡക്കാരില്ല. കാരണം അവിടെ ഒരു ന്യൂസ് അവറും ചർച്ച ചെയ്തില്ല. ഇവിടെ ആയിരുന്നെങ്കിൽ ഒരു മാസം ചർച്ച ഇതായിരിക്കും, എല്ലാ ദിവസവും ലീഡ് ഇതായിരിക്കും. ഇവിടെ ഒന്നും നടക്കില്ല. നമ്മളാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അതെ, അല്ല, ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് ആന്ധ്രയിലേക്ക് തെലങ്കാനയിലേക്ക് പോയിട്ടുണ്ടല്ലോ. അപ്പൊ പൊതു ഫീലിംഗ് എന്താ? ചിലർ പറയും കിറ്റക്സ് പോയല്ലോ. പോയിട്ടില്ല, സ്റ്റിൽ വർക്കിംഗ് വിത്ത് 11,000 എംപ്ലോയീസ്. നമ്മ റൈറ്റ്? ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല അവർക്ക്. എന്നാൽ അവർ പുതിയത് അങ്ങോട്ട് പോയി, ഓക്കെ, അത് അവരുടെ റൈറ്റ്. ഞാൻ അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് MRF? MRFന്റെ ഫുൾ ഫോം എന്താ? മനോരമ റബ്ബർ കമ്പനി അല്ല. That is started in 1946, before independence. Why they have selected Madras as the base of the factory? അത് മൂലധനം അങ്ങനെ ചെയ്യുള്ളൂ. ഇപ്പൊ ഇവിടെ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന അധികം നമുക്ക് പറ്റില്ല, ഇവിടുത്തെ ലേബർ കിട്ടില്ല, അപ്പൊ അങ്ങോട്ട് പോകും. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കുക, ഇപ്പൊ ചിലർ പറയും വിദേശത്തേക്ക് കുട്ടികൾ പോകുന്നില്ലേ? പോകും. പക്ഷെ നമ്മൾ നരേറ്റീവ് അങ്ങനെയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പൊ പുതിയ മൊബിലിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പഞ്ചാബ്, സെക്കൻഡ് ആന്ധ്ര, തേർഡ് തെലങ്കാന, ഫോർത്ത് കർണാടക, ഫിഫ്ത്ത് തമിഴ്നാട്. ഈ ലിസ്റ്റിലൊന്നും കേരളമില്ല. കേരളം ഏറ്റവും താഴെയാ. നരേറ്റീവ് എന്താ? കേരളം മുഴുവൻ വൃദ്ധസദനായി, കുട്ടികളെല്ലാം പോവാണ്. കുട്ടികൾ പോവും, സ്വാഭാവികമായിട്ട് പോവും, എല്ലായിടത്തും പോകുന്നു, ഇവിടെയും പോവും. ഞാൻ കാണുന്ന വേറെ ഒന്നാണ്. ഈ വർഷം കേരള യൂണിവേഴ്സിറ്റിയിൽ 48 രാജ്യങ്ങളിൽ നിന്നായി 1600 അപ്ലിക്കൻസ് ഉണ്ട്. നമ്മൾ UK പോവും, ആയിക്കോട്ടെ, ആഫ്രിക്കക്കാരും വരും. നമ്മൾ കുറെ കൂടി ബെറ്റർ എഡ്യൂക്കേഷൻ നോക്കും. നമ്മുടെ ഇത് ചീപ്പായിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ മറ്റാളും, ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ആംബ്ര AP റയോൺസ്, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ. ജനറൽ മാനേജർ ഷോട്ട് ഡെറ്റ് AP റയോൺസ്. അവിടെ പോയിട്ട് പരിശോധനയില്ല, വെടിവെച്ച് കൊന്നു ജനറൽ മാനേജറെ. മാരുതി നോയിഡ പ്ലാന്റ്, വർക്കേഴ്സ് അൺട്രസ്റ്റ്, ഒന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ. വെടിവെച്ചില്ല, കുത്തി കൊന്നു. ഇത് കേരളത്തിലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കഴിഞ്ഞ 15 വർഷത്തിൽ, 20 വർഷം, 30 വർഷം, ഏത് പാർട്ടി ഭരിക്കട്ടെ, ഇങ്ങനെ ഏതെങ്കിലും സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ടോ? നീ പറഞ്ഞോളൂ. പക്ഷെ നരേറ്റീവ് എന്താ? ഇവിടെ ഒന്നും നടക്കില്ല, ഇവിടെ ആകെ പ്രശ്നമാണ്. നടന്നത് എവിടെയാ? പലയിടങ്ങളിലാണ്, അതാരും അറിഞ്ഞിട്ടില്ല.